NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കത്ത് പുറത്തുവന്നതോടെ CPIM-ഉം DYFI-യും ഒക്കെ പ്രതിഷേധത്തിന്റെ പാതയിലാണ്. ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് പാർട്ടിയും യുവജന സംഘടനയും ഒക്കെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. CPIM ജില്ലാ സെക്രട്ടറി K. റഫീഖാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി നേതാക്കളെയാണെങ്കിലും പാർട്ടിയെ മുഴുവനായി ആണെങ്കിലും ഇതെങ്ങനെയാണ് CPIM-ഉം അല്ലെങ്കിൽ ഇടതുമുന്നണിയൊക്കെ ഇതിനെ ഈ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? അല്ല, ഇവിടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തൊരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതായത് കോൺഗ്രസ്സിന് വേണ്ടി പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ DCCയുടെ ട്രഷററായിട്ടുള്ള ഒരാളാണ് അതേ പാർട്ടിയിലെ തന്നെ നേതാക്കന്മാരുടെ സാമ്പത്തികമായുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇരയായത് സംബന്ധിച്ചുള്ള രേഖകൾ പുറത്തു വന്നത്. അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന കുറിപ്പിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ശ്രീമാൻ IC ബാലകൃഷ്ണനും KK ഗോപിനാഥും അതുപോലെ തന്നെ ND അപ്പച്ചനുമാണ് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ്സിന് ഇതിൽ നിന്ന് മറുപടി പറയാതെ പോകാൻ വേണ്ടി കഴിയില്ല. വലിയൊരു മരണമാണ്. 2 പേരാണ് മരിച്ചിരിക്കുന്നത്, ഒരാൾ മാത്രമല്ല 2 പേർ മരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കോൺഗ്രസിന് നേതൃത്വം നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണ് യഥാർത്ഥത്തിൽ. കാരണം യഥാസമയത്ത് KPCC നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടും അതാത് ഘട്ടത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ മരണത്തിലേക്ക് ഇരയാകേണ്ടി വരില്ലായിരുന്നു. ഈ വിജയേട്ടൻ്റെ കത്തിലൂടെ വളരെ കൃത്യമായി എത്രമാത്രം വലിയ തട്ടിപ്പാണ്, കോടികളുടെ അഴിമതിയാണ് നടന്നത് എന്നത് വ്യക്തമാവുന്നുണ്ട്. അതിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. BJPയുടെ ഒരു ഡയറക്ടർക്ക് 10 ലക്ഷം രൂപ നൽകി ആ രൂപത്തിൽ ഇടപാട് നടത്തിയത് സംബന്ധിച്ച് അപ്പോൾ BJPയുമായുള്ള ഡീലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും പുറത്തു വരുന്നത്. അപ്പം വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കോൺഗ്രസ് എങ്ങനെയും പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള മാർഗമായി ഇതിനെയെല്ലാം കാണുന്നു എന്നത് നാടിന് വലിയ അപമാനകരമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇടത്തരം നേതാക്കളെ ചൂഷണം ചെയ്തുകൊണ്ട് അവർ മരണത്തിന് പോലും വിട്ടുകൊടുത്തുകൊണ്ട് തങ്ങളുടെ സമ്പത്ത് സ്വരുക്കൂട്ടുക എന്നതിലേക്ക് കോൺഗ്രസിൻ്റെ ഒരുപറ്റം നേതാക്കൾ മാറിയിരിക്കുന്നു. വളരെ അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന വലിയ സമാനതകളില്ലാത്തൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തര നടപടിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് CPIM-ൻ്റെ ഇതിൽ അഭിപ്രായം. എന്തായാലും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പ്രതിഷേധത്തിലേക്കാണ് CPIM-ഉം യുവജന പ്രസ്ഥാനങ്ങളും ഒക്കെ പോകുന്നത്. വരും ദിവസങ്ങളിൽ വയനാട്ടിൽ വലിയ പ്രതിഷേധമാണ് നടക്കാൻ പോകുന്നതെന്നാണ് CPIM ജില്ലാ സെക്രട്ടറി K. റഫീഖ് പറയുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.